ഹലോ, 2026 എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് അത് കുറച്ച് മധുരവും ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ പുതിയൊരു വർഷത്തിലേക്ക് കടന്നതല്ലേ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഐശ്വര്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഞാനിടുന്ന വീഡിയോസ് കണ്ടിന്യൂസ് കാണാൻ ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തണം കേട്ടോ. ഇന്ന് ഞാൻ രാഗിപ്പൊടി ഉപയോഗിച്ചിട്ട് റാഗി ഉണ്ട അഥവാ റാഗി ലഡു എന്നൊക്കെ പറയാം, അങ്ങനെ ഒരു ഡിഷാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒരു പാനിലേക്ക് 1 കപ്പ് റാഗി പൗഡർ ഇട്ട് കൊടുക്കുക. അത് ലോ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കി എടുക്കുക. ചൂടാക്കുമ്പോൾ കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. അടി പിടിക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട്. റാഗി പൗഡർ ഏകദേശം ചൂടായി തുടങ്ങി. അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ആ പാനിൽ തന്നെ നമുക്ക് 1 കപ്പ് അണ്ടിപ്പരിപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അണ്ടിപ്പരിപ്പും ഏകദേശം ചൂടായിട്ടുണ്ട്, അതും വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഒന്ന് ചൂടാക്കേണ്ടത് എള്ളാണ്. എള്ള് 1/2 കപ്പ് എള്ളിട്ട് കൊടുക്കാം. ഇതെല്ലാം ഒരു ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ഇതൊക്കെ ചൂടാക്കി എടുക്കാൻ. ഏകദേശം എള്ളും ആയിട്ടുണ്ട്. എള്ളും അണ്ടിപ്പരിപ്പും ചൂടാറിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ചൂടാറിയതിന് ശേഷം എള്ളും അണ്ടിപ്പരിപ്പും കൂടിയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. വളരെ നൈസ് പൗഡർ ആവണമെന്നില്ല. ഇത് ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന റാഗി പൗഡറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3/4 കപ്പ് ശർക്കരയാണ് ചേർക്കുന്നത്. ശർക്കര ചീകിയിട്ടോ അല്ലെങ്കിൽ പൊടിയോ ചേർക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് 1/2 കപ്പ് തേങ്ങയാണ്. ഇത് ചേർത്തതിന് ശേഷം എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാം മിക്സ് ആയതിനു ശേഷം നമ്മൾ വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് ഈ പൊടി കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കൈകൊണ്ട് മിക്സ് ചെയ്താൽ എല്ലാം കൂടി നന്നായി മിക്സ് ആവില്ല. ഇങ്ങനെ കുറേശ്ശെ ഓരോ ബാച്ചായിട്ട് നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പം എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കൈ നന്നായി വാഷ് ചെയ്യുക. നന്നായി വാഷ് ചെയ്തിട്ട് വെള്ളമില്ലാതെ തുടച്ചെടുത്തിട്ട് ഈ പൊടി ഒന്ന് ഉരുട്ടിയെടുക്കണം. ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വേണം ഉരുട്ടിയെടുക്കാൻ. അപ്പം നമ്മുടെ കയ്യിലേക്ക് അണ്ടിപ്പരിപ്പിൻ്റെയും എള്ളിൻ്റെയും തേങ്ങയുടെ ഒക്കെ ഓയിൽ നമ്മുടെ കയ്യിലേക്ക് വരും. അങ്ങനെ എല്ലാം ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഓയില് നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ വരും. റാഗിപ്പൊടി കൊണ്ടുള്ള ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണം. തേങ്ങ ചേർത്തുകൊണ്ട് 3-4 ദിവസം മാത്രമേ പുറത്തിരിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത റെസിപ്പി ആയിട്ട് അടുത്ത ആഴ്ച കാണാം. പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ അടുത്ത ആഴ്ച വരാം കേട്ടോ. അതുവരയ്ക്കും ബൈ.